അപ്പോൾ നമുക്ക് ഒരു തത്തേനെ ഉണ്ടാക്കിയാലോ? ഓല വെച്ചിട്ടുള്ളൊരു തത്ത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓലയുടെ ഈർക്കിൽ വെച്ച് ഇങ്ങനെ ഒരു പിച്ചാത്തി കൊണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കണം. അത് ശരിക്കും കത്രിക വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിച്ചാത്തി തന്നെ നൈഫ് തന്നെ ഉപയോഗിച്ചിട്ട് അത് മാറ്റുക. അല്ലെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കൈ കൊണ്ട് മാറ്റാനും പറ്റും. അപ്പോൾ എന്നിട്ട് നമുക്ക് രണ്ടെണ്ണമായിട്ട് ഇതെടുക്കുക. രണ്ട് ഭാഗമായിട്ട് കിട്ടും. ആ ഭാഗത്തിൽ ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യണം? നന്നായി വൃത്തിയായിട്ട് രണ്ട് വശവും കട്ട് ചെയ്തെടുക്കുക. വൃത്തിയായിട്ട് രണ്ട് വശവും കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ റെഡ് ക്രോസിൻ്റെയൊക്കെ ചിഹ്നം കണ്ടിട്ടില്ലേ? റെഡ് ക്രോസിൻ്റെ സൈനൊക്കെ ഒരു ബോ പോലെ, ഒരു ബോ ഷേപ്പിൽ ഈ ഒരു ഓലക്കണ എന്നാണ് നമ്മൾ പറയുക. ഓലക്കണ ഇങ്ങനെ മടക്കിയെടുക്കുക. നമ്മുടെ ഒരു കയർ എങ്ങനെയാണ് കെട്ടുന്നത് അതുപോലെ അതിനുള്ളിലൂടെ ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ വലിച്ച് എടുക്കുക. അത് കയർ കെട്ടുന്ന പോലെ തന്നെ എടുക്കുക. കണ്ട, ഇങ്ങനെ കെട്ടി വലിച്ചെടുക്കുമ്പോൾ നമുക്ക് നടുക്ക് ഒരു കെട്ടിൻ്റെ സൈൻ പോലെ ഒരു ഉണ്ടാവും, ഒരു ഭാഗം ഉണ്ടാവും, ഒരു സെൻറ്റർ പാർട്ട് ഉണ്ടാവും. ഈ സെൻറ്റർ പാർട്ട് കണ്ട, അപ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ട് കേട്ടോ. വീണ്ടും നമ്മളത് രണ്ട് ഭാഗങ്ങളായിട്ട് ഇത് വീണ്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു വശം നമ്മുടെ തത്തയുടെ തലവശമായിട്ടും മറുവശം നമ്മുടെ തത്തയുടെ വാല് ഭാഗമായിട്ടുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നീളം കൂടിയ ഭാഗം വാലിൻ്റെ ഭാഗവും നീളം കുറഞ്ഞ തലയുടെ ഭാഗം. ഈ വാലിൻ്റെ ഭാഗം നമ്മൾ ഒന്നുകൂടി കട്ട് ചെയ്ത് ഒരു വാലാണെന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ തോന്നണം ആ ഒരു രീതിയിലേക്ക് മാറ്റി നമുക്ക് എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. കട്ട് ചെയ്തെടുത്തിട്ട് കണ്ട, ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്ത ഒരു വാലാണെന്ന് നമുക്ക് തോന്നും. നീളമുള്ള ഭാഗമാണ് അങ്ങനെ ചെയ്യേണ്ടത്. നീളമില്ലാത്ത ഭാഗം തലഭാഗമാണ്. അവിടെ നമുക്ക് കണ്ണും ചുണ്ടും വരച്ചു കൊടുക്കണം. ഞാൻ കണ്ണ് വരയ്ക്കാനായിട്ട് എടുത്തത് ഐലൈനറാണ്. കാരണം നല്ല തിക്കല്ലേ, തിക്കുമാണ്, നല്ല കളറാണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കണ്ണ് വരച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കണ്ണ് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചുണ്ട് വരയ്ക്കണം. ചുണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുങ്കുമത്തിൻ്റെ സ്റ്റിക്കാണ്. കുങ്കുമ സ്റ്റിക്കില്ലേ, ആ സ്റ്റിക്കാണ്. അതും ഡാർക്കാണ്. ഓലയിലൊക്കെ വരച്ചാൽ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ചുണ്ടും വരയ്ക്കുക. അങ്ങനെ നമ്മുടെ തത്ത ഏകദേശം റെഡിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഈസി ടു മേക്കാണ്. ഇത് അംഗൻവാടിയിൽ കൊടുത്തയച്ചപ്പോൾ അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. കണ്ട, ഒരു 1 2 3 4 പെട്ടെന്ന് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം. അലങ്കാരമായിട്ട് ഇടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു.